Chapter 2 Mr. Fox. On a hill above the valley, there was a wood. നമ്മുടെ മിസ്റ്റർ ബെൻസും ബീൻസും ബോഗീസും താമസിക്കുന്ന ആ താഴ്വാരത്തിന്റെ മുകളിൽ ഒരു കുന്നാണ്. നിറയെ കാടുള്ള വന്യമൃഗങ്ങളൊക്കെ താമസിക്കുന്ന ഒരു കുന്നാണ്. ഇൻ ദി വുഡ് there was a huge tree. ആ കാട്ടില് ഒരു വലിയൊരു മരമുണ്ടായിരുന്നു. അണ്ടർ ദി ട്രീ there was a hole. ആ വലിയ മരത്തിന്റെ അടിയിലായിട്ട് ഒരു മാളമുണ്ടായിരുന്നു. ഇൻ ദി ഹോൾ ലിവ്ഡ് മിസ്റ്റർ ഫോക്സ് ആൻഡ് മിസ്സിസ് ഫോക്സ്. ആ ഹോളിലായിരുന്നു നമ്മുടെ മിസ്റ്റർ ഫോക്സും മിസ്സിസ് ഫോക്സും താമസിച്ചിട്ടുണ്ടായിരുന്നത്. അവർ മാത്രമായിരുന്നില്ല, ആൻഡ് ദെയർ ഫോർ സ്മോൾ ഫോക്സസ്. അവരുടെ മക്കളായ 4 കുട്ടി കുറുക്കന്മാരും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ മിസ്റ്റർ ഫോക്സും അവന്റെ ഭാര്യ മിസ്സിസ് ഫോക്സും 4 കുട്ടികളും. എവറി ഈവനിങ് ആസ് സൂൺ ആസ് ഇറ്റ് ഗോട്ട് ഡാർക്ക്, മിസ്റ്റർ ഫോക്സ് വുഡ് സേ ടു മിസ്സിസ് ഫോക്സ്. എന്നും രാത്രി ആയാല് മിസ്റ്റർ ഫോക്സ് മിസ്സിസ് ഫോക്സിനോട് ചോദിക്കും, വെൽ മൈ ഡാർലിംഗ്, വാട്ട് ഷാൾ ഇറ്റ് ബി ദിസ് ടൈം? ഡാർലിംഗ്, എന്താണ് നിനക്ക് ഇന്ന് കഴിക്കാൻ വേണ്ടത്? എ പ്ലംബ് ചിക്കൻ, നല്ല തടിച്ചു കൊടുത്ത ഇറച്ചിക്കോഴി വേണോ? ഫ്രം ബോഗീസ്, നമ്മുടെ ബോഗിന്റെ ഫാമെന്ന്. എ ഡക്ക് ഓർ ഗൂസ് ഫ്രം ബെൻസ്, അല്ലെങ്കിൽ ബെൻസിന്റെ ഫാമെന്ന് നിനക്ക് നല്ല താറാവ് ഇറച്ചിയും അല്ലെങ്കിൽ അരയന്നത്തിന്റെ ഇറച്ചിയാണോ വേണ്ടത്? ഓർ നൈസ് ടർക്കി ഫ്രം ബീൻ, അല്ലെങ്കിൽ നമ്മളെ ബീന്റെ ഫാമെന്ന് ടർക്കി കോഴിയാണോ വേണ്ടത്? എന്താണ് നിനക്ക് ഇന്ന് വേണ്ടത് കഴിക്കാൻ? ആൻഡ് വെൻ മിസ്സിസ് ഫോക്സ് ഹാഡ് ടോൾഡ് ഹിം വാട്ട് ഷീ വാണ്ടഡ്. അപ്പൊ മിസ്സിസ് ഫോക്സ് അവൾക്ക് അന്ന് എന്താണോ കഴിക്കാൻ ഇഷ്ടമുള്ളത് അത് പറയും. ദെൻ മിസ്റ്റർ ഫോക്സ് വുഡ് ക്രീപ് ഡൗൺ, പതുക്കെ താഴോട്ടേക്ക് ആ കുന്നിറങ്ങിപ്പോകും. ഇൻ ടു ദി വാലി ഇൻ ദി ഡാർക്ക്നെസ് ഓഫ് ദി നൈറ്റ് ആൻഡ് ഹെൽപ്പ് ഹിംസ്. അപ്പൊ ആ ഇരുട്ടിന്റെ മറവിൽ അവൻ എന്ത് ചെയ്യും? മോഷ്ടിക്കാൻ വേണ്ടിയിട്ട് ആ കുന്നിറങ്ങി നമ്മുടെ ബോഗീസും ബൻസും ഒക്കെ താമസിക്കുന്ന സ്ഥലത്തേക്ക് അവൻ ഇറങ്ങി വരും, കാടിറങ്ങി വരും.